ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും നമ്മുടെ റുഹാനെ കാണുന്നില്ല അല്ലേ? ഓക്കെ, സോ ഞാനും റുഹാനും കൂടി ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക വേവിച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ നമ്മളിത് ഇതുപോലെ വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അട ഉണ്ടാക്കാനോ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറുമ്പത്തരങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഓക്കെ, സോ നമ്മളൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഇത്രയും ചക്കയുണ്ട്, കൂഴച്ചക്കയാണ്. സോ കൂഴച്ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. കൂഴച്ചക്ക നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് അധികം ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യും കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഏലക്ക ഇവിടെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പനകൽക്കണ്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പനകൽക്കണ്ട ആഡ് ചെയ്യണ്ടായി. ചക്കയ്ക്ക് ഓൾറെഡി നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പനകൽക്കണ്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് ആക്ച്വലി വേവിച്ചിട്ടായിരുന്നു, അല്ല ഇത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിക്കേണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിത് എന്തായാലും വേവിക്കാനുള്ളതായതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിത് ഹീറ്റ് ചെയ്യാൻ പോകും. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ കൽക്കണ്ടവും നമ്മുടെ ഏലക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്രയും ചക്ക എടുത്തിട്ട് നമുക്ക് കുറച്ചൊക്കെ കിട്ടിയുള്ളൂ. ഇതിൻ്റെ വെള്ളം ഫുൾ ഡ്രൈ ആയപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി കഴിക്കാം. ടേസ്റ്റിയാണോ? ടേസ്റ്റിയാണോ?